حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا حسن البصري رضي الله عنه شيخنا فلي الدين أطوار رضي الله تعالى عن أستاذ الأساتذة رضي الله عنه شيخنا تقي الدين محمد علي ونقول جميع أساتذتنا وشيخنا من اندفعنا بعلومهم وأسرارهم أستاذنا السيد نبيك أستاذ رضي الله عنه الفاتحة. نقل عنه رضي الله عنه معنا حسن البصري തങ്ങളെ തൊട്ട് തന്നെ റിപ്പോർട്ട് നഖൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട്. قال عجبني 4 كلمات سمعتها من 4 أشخاص. 4 വ്യക്തികളിൽ നിന്നും കേട്ട 4 വചനങ്ങൾ എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി, പുതുമപ്പെടുത്തി. അല്ലൂല സമിഅ്തു മുഖന്നതൻ ഖദ് അയ്യർതു അലി. ഒരു വൃത്തികെട്ട ചങ്ങായി, ഞാൻ അയാളെ ഒരുപാട് ആക്ഷേപിച്ചു. അപ്പൊ അയാൾ എന്നോട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, യാ ശൈഖ് ലാ തുനഫിർ ലാ തതനഫർ അന്നി വലാ തത്വി ذيلك مني فالأمر في ثاني الحال ولا شك أنه مخفي علينا والله أعلم بالعاقبة. ഷെയ്ഖ്, ആരെപ്പറ്റിയും ഇങ്ങനെ വെറുപ്പ് കാണിക്കരുത്, ആരോടും ഇങ്ങനെ വെറുത്തു പറയരുത്, ആരെയും ഇങ്ങനെ ആക്ഷേപിക്കരുത്. മനസ്സിലായില്ല? എന്നിൽ നിന്നും ആ വിഷയം ആരോടും ഇങ്ങനെ പരത്തി പറയേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ, നാളെ നിങ്ങളായിക്കൂടായില്ല. ഫൽഅംറു ഫീ സാനിൽ ഹാൽ, കാര്യം തീരുമാനിക്കുന്നത് രണ്ടാമത്തെ അവസ്ഥയിലായിരിക്കും. ഫലാ ശക്ക അന്നഹു മഖ്ഫിയുൻ അലൈന, നാളെ എന്താണ് എന്ന്, അടുത്ത നിമിഷം എന്താണെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല ഷെയ്ഖ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. വല്ലാഹു അഅലമു ബിൽ ആഖിബ, അന്തിമം അല്ലാഹുവിനല്ലേ അറിയുകയുള്ളൂ. മാഷാ അല്ലാഹ്. ഹസൻ ബസ്രി തങ്ങളോട് പറഞ്ഞു. അപ്പൊ ആരെയും ആക്ഷേപിക്കണ്ട, നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അടുത്ത സെക്കൻഡിൽ ഞാൻ എന്തായി തീരുമെന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും ആക്ഷേപിക്കണ്ട. അതിൽ നിന്നും പാഠം ഞാൻ ഉൾക്കൊണ്ടു. ആരെയും ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. ആക്ഷേപവും അധിക്ഷേപവും പാടില്ല എന്ന് പറഞ്ഞാൽ നഹിയുൽ മുൻകർ, അത് വേണ്ട എന്ന് അതിനർത്ഥമൊന്നുമില്ല. ആക്ഷേപിക്കാതെ തന്നെ മുൻകറായ കാര്യം, ദീനിൽ നിരക്കാത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അയാളോട് പറഞ്ഞു കൊടുക്കാം. ആക്ഷേപം പാടില്ല. അത് പറഞ്ഞു കൊടുക്കൽ തന്നെ അയാളെ രഹസ്യമായി വിളിച്ച് പറയണം. അയാളെ പരസ്യമായിട്ട് അയാളോട് പറഞ്ഞാൽ അത് ഫദ്ഹഹ്തഹുന, ഇനി അയാളെ ഫദീഹത്താക്കിയെന്ന് അവസാനം നമുക്ക് പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നാളെ എന്താണെന്നുള്ള അവസ്ഥ നമുക്കറിയില്ല, എപ്പോഴും പേടിയാണ്. രണ്ടാമത്തെ കാര്യം, വസാനിയത്ത്, രണ്ടാമത്തെ ആള്, റഅയ്തു റജുലൻ സക്രാന, കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ നടക്കണ ചങ്ങായി. ആ ചങ്ങായിയുടെ ഒരു കാലം ഉറക്കുന്നില്ല, ഒരു കാലം ഉറക്കാതെ ഇങ്ങനെ നടക്കാണ്. വഖഅഫി മായിൻ വതീനിൻ, ചങ്ങായി പോയി ചെളിയിലും മണ്ണിലൊക്കെ പോയി വീണിക്കണം. ചെളിയിലും മണ്ണിലൊക്കെ പോയി വീണു. എംസി വ്യക്തമായാലും അങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെ 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 ആടി ആടി നടക്കുന്നുണ്ട്. കള്ളും കുടിച്ച് രസിച്ചു കൊണ്ടാ പാട്ട് അങ്ങനെ നടക്കാണ്. മിനൽ ജാനിബൈനി, വലതും ഇടതും ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഇങ്ങനെ നടക്കാണ്. യഖൂമു മറത്തൻ വയഖഉ മറത്തൻ ഉഖറ, ചിലപ്പോൾ വീഴും, പിന്നെ എഴുന്നേക്കും, പിന്നെ ചാടും, പിന്നെ വീഴും. ഖുൽതു ലഹു, ഞാൻ പറഞ്ഞു, അസൽ ബസ്രി തബ്ബിത് ഖദമൈക യാ മിസ്കീൻ ഹത്താ ലാ തസിൽ, ചങ്ങായി കാലുറച്ചവിടെ നിൽക്കി, ഇജ്ജെന്താ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്, ചാടുന്നത്. അപ്പം കള്ളും കുടിച്ച് രസിച്ചു കൊണ്ടാ പാട്ട്. കള്ളിത്തിരി അങ്ങ് ഉള്ളിൽ ചെന്നാൽ പിന്നെ ബോധം നല്ലോണം അങ്ങ് വരും, അതെന്റെ രസം. നമ്മളൊരു അടുത്ത് തന്നെ നമ്മൾ കൂട്ടുകാരൻ മരിച്ചുപോയി. അയാൾക്ക് കള്ളു കുടിച്ചാൽ ഓടി വരുന്നത് മൊയ്തീമാരെയാ. അല്ലാഹു തആല അയാളെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. ഇപ്പം അടുത്ത് മരിച്ചുപോയി. ഏതായാലും പോട്ടെ, നമ്മളിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല. അന്തയാ ഷെയ്ഖ്, ആ സക്രാനായ കള്ളുകൂടിയവൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് പറയുന്നു, ഹസൻ ബസ്രി തങ്ങളെ വിളിച്ചു പറയാ, ഏയ് യാ ഷെയ്ഖ് സബ്ബിത് ഖദമൈക ഹത്താ ലാ തസില്ല മഅ ഹാദ ദഅവ. വലിയ ഷെയ്ഖായിട്ട് ഇങ്ങനെ നടക്കണം. നിങ്ങളുടെ 2 പാദങ്ങളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തി,
ഞാൻ ചിലപ്പോൾ ചാടി വീണാലും ഞാനങ്ങ് എഴുന്നേറ്റ് പോകും. നിങ്ങൾ ചിലപ്പോൾ ചാടി വീണ് അവിടെ കടക്കാനേ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ വലിയ ഷെയ്ഖാന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ടിങ്ങനെ ചിലപ്പോൾ ആ കുണ്ടി ഇങ്ങനെ ചാടി ഞങ്ങൾ ഒരു കാലത്ത് എഴുന്നേക്കില്ല. ഞാൻ ചിലപ്പോൾ ചെളിയിലും മുണ്ടിലൊക്കെ പോയി വീഴും. ഞാൻ ചെളിയിലും കുണ്ടിലും വീണാൽ തന്നെ ഞാൻ എഴുന്നേറ്റ് പിന്നെ കഴി ശുദ്ധി ഞാനങ്ങ് നടന്നോളൂ. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ രണ്ട് പാദവും നിങ്ങൾ ഉറപ്പിച്ച് ചവിട്ടിക്കോളി. നിങ്ങൾ ചിലപ്പോൾ വീണാൽ എഴുന്നേക്കാൻ പാടാ. ഇങ്ങനത്തെ കല്ലുകൂടി പേരുടെ ചില രസമായിരിക്കും. ശൈഖന്മാര് അല്ലാഹുവേ ഫഹാദൽ കലാം, ഈ സംസാരം ഖദ് അസ്തറ ഫീ ഖൽബി തഅസീറൻ അലീമാ, എന്റെ ഖൽബിൽ അത് വല്ലാതെ ഷോക്ക് ചെയ്തു. മനസ്സിലായില്ലേ? വല്ലാതെ ഷോക്ക് ചെയ്തു പോയി. എന്റെ ഖൽബിൽ അത് ഭയങ്കര ഫലം വരുത്തിക്കളഞ്ഞു. ശരിയാണ്, ഞാൻ എന്റെ രണ്ട് പാദവും ഞാൻ ഉറപ്പിച്ചിട്ടില്ല. ഒരു കാല് സ്വർഗത്തിലും മറ്റൊരു കാല് പുറത്തുമാണെങ്കിൽ വരെയും തീരുമാനിക്കാനായില്ല സ്വർഗത്തിൽ കിടക്കുമോ ഇല്ലേ. അതാണ് കള്ളൂടിയൻ ഹസൻ ബസ്രി തങ്ങളോട്. ഹസൻ ബസ്രി തങ്ങൾ ആ വാക്ക് കേട്ടിട്ട് പറഞ്ഞു, ഓ ഭയങ്കരം തന്നെയാണ്. ഇങ്ങനത്തെ കള്ളൂടി പറയുന്ന രസമുണ്ടോ കേട്ടോ. അസാലിദത്ത് മൂന്നാമത്തൊരു കാര്യം, റഅയ്തു സബിയൻ, ഒരു കുട്ടിയെ ഞാൻ കണ്ടു. മഅഹു ലൗഉൻ, ആ കുട്ടി ഇങ്ങനൊരു പ്രകാശമായിക്കൊണ്ട് നടക്കണം. മെഴുകുതിരി കത്തിച്ചോ അല്ലെങ്കിൽ വിളക്കത്തിച്ചോ. ഖുൽതു ലഹു മിൻ അയ്ന ജിഇത ബിഹാദ ലൗ, ഇജവിടെ ഈ പ്രകാശം കൊണ്ടുവന്നെന്ന് ചോദിച്ചു. ചെറുക്കൻ ഊരിയം കാണിച്ചു. ഫനഫഖ ഫീഹി വഅത്ഫഅഹു, അവനതിനകത്തൊരു ഊത്ത് കൊടുത്ത് അതങ്ങ് അണഞ്ഞും പോയി. വഖാല, എന്നിട്ട് മഹാനായ ആ കുട്ടി ചോദിച്ചു, ഖുൽ യാ ശൈഖ് അയ്ന ദഹബ്, എവിടെ ഈ പ്രകാശം പോയത്, എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. ഹത്താ അന അഖൂലു മിൻ അയ്ന ജാ, എന്നാലേ എനിക്ക് പറയാൻ പറ്റിയത് എവിടുന്നാ വന്നേന്ന്. ഓ, ഇത് മഹത്തുക്കളായ സാലിഹീങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ചില പവറുകളാണ്. മറ്റുള്ളവരിൽ നിന്നും അവർ പാഠങ്ങൾ, അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എന്താണ് ഈ പറഞ്ഞത്, എന്താണ് ഈ കുട്ടി. ആ കുട്ടിയോട് നിനക്ക് എവിടുന്ന ഈ വെളിച്ചം കിട്ടിയ. ആ ചങ്ങായത ഊതി അണിച്ചിട്ട് ചോദിക്കുക, ഷെയ്ഖേ ഇപ്പൊ എങ്ങോട്ട് പോയി വെളിച്ചം എന്ന് പറഞ്ഞാണ്. ഷെയ്ഖിന് പറയാൻ പറ്റുന്നില്ലല്ലോ, വെളിച്ചം എങ്ങോട്ട് പോയെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഷെയ്ഖിനോട് പറയാ, ഇത് എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലല്ലേ വന്ന സ്ഥലം അറിയാൻ പറ്റുള്ളൂ എനിക്ക്. യാ ഷെയ്ഖ് അയ്ന ദഹബ് ഹത്താ അന അഖൂലു മിൻ അയ്ന ജാ, ഇത് എങ്ങോട്ടാ പോയത് നിങ്ങളൊന്ന് പറഞ്ഞാണ്, എന്നാ ഞാൻ പറയാം ഇത് എവിടുന്ന വന്നേന്ന്. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു, ലഅല്ലൽ ഇശാറത ഫീഹി അന്നഹു അദമ വദഹബ ഇലൽ അദം, അതില്ലാതായിപ്പോയി, നമ്മളെല്ലാവരും ഇല്ലാതായിപ്പോകും, അത് അദമിലേക്ക് കൊണ്ടെത്തിച്ചതാണ്. ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ വന്നത്, ഇല്ലായ്മയിലേക്ക് പോവുക തന്നെ ചെയ്യും. അപ്പം ഇവിടുന്ന് നനഞ്ഞു പോകാനുണ്ട് നമ്മളുടെ ഈ വെളിച്ചം. ആ പോകുന്ന സ്ഥലം നന്നാക്കി പോ ശൈഖേ എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അശാറ സബീബി ദാലിക ഇലാ അന്നൽ ഇൻസാൻ أوجده الله من العدم ثم يعود ثانيا إلى الفناء ومن هذا يظهر سر المبدأ والمعاد وينكشف വെളിവാകും كثير من أسرار العلم والعمل. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനവും നമ്മുടെ ഇൽമും എത്രയൊക്കെ ഉണ്ടെന്ന് വെളിവാകും. അല്ലാഹ് പടച്ചോനെ സലാമത്ത് താ അല്ലാഹ്. വറാബിയത്തിന് നാലാമത്തെ ഒരവസ്ഥ, ഖാല, നാലാമതൊരു പെണ്ണിൽ നിന്നാണ് വാദ ശ്രദ്ധിക്കുന്നത്. റഅയ്തു ഇംറാഅത്തൻ ദാത്ത ജമാലിൻ മുൻകശിഫത്തൽ വജ്ഹി മുഗ്താദത്തൻ മിനൽ സൗജി ഖറജത്ത് മിനൽ ബൈത്തി തസ്തകി മിൻ സൗജിഹാ. ഒരു പെണ്ണ്, മുഖമെല്ലാം ഇങ്ങനെ തുറന്നിട്ടൊരു പെണ്ണ്. ആ പെണ്ണാണെങ്കിൽ വീട്ടിൽ നിന്ന് വഴക്കൂടി, ഭർത്താവുമായിട്ട് വഴക്കൂടി ചണ്ട കൂടി ഇറങ്ങിയതാണ്. അവള് എൻ്റെ അടുത്ത് വന്നു, യാ ഫുലാനത്ത്, അങ്ങനെ ഫലമ്മ വസലത്തി ഇലയ്യ ഖുൽതു യാ ഫുലാന അവലൻ ഉസ്തുരി വജ്ഹകി സുമ്മ തകല്ലമി. പെണ്ണിനോട് നീ മുഖം മറച്ചാളാ, പിന്നീട് സംസാരിച്ചാൽ. ഖാലത്ത് യാ ശൈഖ് വല്ലാഹി ഇന്നി ഗറഖ്തു ഫീ മഹബ്ബത്തി മഖ്ലൂഖിൻ
إلى حيث ما بقي لي إدراك ولا شعور بأن وجهي مكشوف أم لا فإنك لو لم تخبرني بذلك ما كنت أعلمه. എന്താ ചെയ്യുക പറയുന്നത്? എൻ്റെ മുഖം തുറന്നു കിടക്കുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലേ. ഞാൻ എൻ്റെ ഒരു ഭർത്താവിന് നല്ലോണം സ്നേഹിച്ചു പോയി. ആ സ്നേഹത്തിൽ ഞാൻ അങ്ങ് മുഴുകിപ്പോയതാണ്. എന്റെ ആ മഹബത്തിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. എന്റെ മുഖം ഇപ്പൊ തുറന്നെടുക്ക. മാഷാ അല്ലാഹ്. ഇതാണ് മഹബത്ത്. അല്ലാഹുവിലുള്ള മഹബത്ത് ഇങ്ങനെയാണ്. ഞാൻ എന്തോ ഒരു മഹബത്തിലാണ്. എന്റെ മുഖം തുറന്നിടുന്നതോ എന്റെ ഒന്നും ഞാനിതൊന്നും അറിയുന്നില്ല. പൊന്നെ, അതെനക്കൊരു പെണ്ണുണ്ടായിരുന്നു. പള്ളിയിൽ പെണ്ണുണ്ടായിരുന്നു. എനക്ക് അവരത്തൊക്കെ തുറന്ന് ഇങ്ങനെ നടക്കും. അവർക്കറിയണ്ടേന് അവരത്ത് തുറന്നു നടക്കുന്ന അവരറിയണ്ടേന്. അവരെന്തോ ഒരു ലോകത്താണ് അവരുള്ളത്. അവരറിയുന്നില്ല അവർക്കുള്ള ഈ ഭാഗങ്ങളൊക്കെ തുറന്നു നടക്കുകയാണ്. എന്നോട് തുറന്നു. അപ്പൊ മഹാനായ അസൽ ബസ്രി തങ്ങളോട് പറഞ്ഞ എന്റെ മുഖം തുറന്നെടുക്ക. നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാനൊന്നും അറിയില്ല കേട്ടോ. മനസ്സിലായില്ല. ഞാൻ അല്ലാഹുവേ വാദുഖുലു സൂഖ അല ഹാദല്ലാൽ. ഞാൻ ഇങ്ങനെയാണോ ഈ അങ്ങാടിയിലൊക്കെ പോയി കളഞ്ഞ? അസൽ ബസ്രി നിങ്ങൾക്ക് വലിയ നിങ്ങൾ വലിയ ദഅവലാണല്ലോ. വലക ദഅവൻ അദീമത്തുൻ ഫീ മഹബ്ബത്തില്ലാഹി തആല. അള്ളാഹിന്റെ മഹബത്തിൽ നിങ്ങൾ ഭയങ്കര ദഅവയുള്ള ആളാണ്. നിങ്ങളെ പറ്റി ഭയങ്കര ആൾക്കാർ പറയുന്നത് വലിയ മഹബത്തുല്ലാഹിയാണ്, മുഹിബുല്ലാഹിയാണ്, അള്ളാഹുവിൽ അങ്ങ് ലയിച്ച ആളാണെന്നാണല്ലോ നിങ്ങളെ പറ്റി ആൾക്കാരൊക്കെ പറയുന്നത്. എന്നിട്ടാണ് എന്റെ മുഖം തുറന്നു നടക്കുന്നത് നിങ്ങൾ കണ്ടത്. മാഷാ അല്ലാഹ്. മഹാദ വലിയ മുഹിബാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അള്ളാഹുവിൽ ലയിച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് കൈഫറായിത്ത വജിഹി. എന്റെ മുഖം നിങ്ങൾ കണ്ടല്ലേ. ഫലസ്ത മശ്ഗൂലൻ ബിഹബീബിക്. നിങ്ങളുടെ ഹബീബായ അല്ലാഹുമായി കൊണ്ട് നിങ്ങൾക്ക് ജോലിയല്ലേ എന്റെ മുഖം കാണലാണോ അസൽ ബസ്രിയേ. മാഷാ അല്ലാഹ്. ഇതാണ് മഹബ്ബത്തു ഫില്ലാഹ്. ഓ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഹദൂറു ഗാലിബൻ ലാ ഇലാഹ ഗൈരി യമീൽ അലിയാൽ. ഇതാണ് മഹബ്ബത്ത്. അവരിതൊന്നും അറിയില്ല. അവരത്ത് തുറന്നു കിടക്കണം. ഇതൊന്നും ഓരറിയുന്നില്ല. ഓരെന്തോ ഒരു ലോകത്താണ് ഇങ്ങനെ. എന്തോ ഒരു ലോകത്ത്, ഭയങ്കര ലോകത്ത്. മനസ്സിലായില്ല. ഒന്നും അറിയില്ല. എന്ത് ചെയ്യാനാ? അങ്ങനത്തെ അള്ളാഹുവിൽ ഫാനിയാകുന്ന വലിയ വലിയ മഹത്തുക്കളും മഹദികളൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾ വരെയുമുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല. ഈ 4 പേരിൽ നിന്നും ഞാൻ ഒരുപാട് പാഠം ഉൾക്കൊണ്ടു എന്ന് ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ്. അവരെല്ലാം ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹ്